നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഏത് ടൈപ്പ് റിലേഷൻഷിപ്പിലാണെന്ന് ചോദിക്കുന്ന കാലമാണ് ഇപ്പോൾ. സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, പോക്കറ്റിംഗ്, കഫിംഗ്, അങ്ങനെ എന്തൊക്കെ തരം റിലേഷൻഷിപ്പുകളാണല്ലേ. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ആശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും സ്യൂട്ടാവുന്ന ഒരു പാർട്ട്ണറെ ലഭിക്കുമെന്ന പോസിറ്റീവ് വശമുണ്ടെങ്കിലും ഒരു മനുഷ്യനെ അങ്ങേയറ്റം ട്രോമയിലേക്ക് തള്ളിവിടാനും ഇത്തരം റിലേഷൻഷിപ്പുകൾക്ക് സാധിക്കും. രണ്ടുപേർ സിറ്റുവേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരാൾ മാത്രം ആത്മാർത്ഥമായി ആ റിലേഷനിൽ ഇൻവോൾവ് ആയെന്ന് വരാം. മറ്റേയാൾക്ക് അത് താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭവം മാത്രമായിരിക്കും. കാരണം ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തതിനാൽ തന്നെ അവിടെ ഒരാൾക്ക് മാത്രം പ്രേമം എന്ന കണക്ഷൻ കിട്ടുകയും മറ്റൊരാൾക്ക് കിട്ടാതാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥ ഭയങ്കര പെയിൻഫുള്ളാണ്. ഇത്തരം റിലേഷൻഷിപ്പുകൾ ചൂസ് ചെയ്യുമ്പോൾ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ മാത്രം പ്രതീക്ഷ വളർത്തുകയും ഒടുവിൽ നിരാശയിൽ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് മാത്രം ഇത്തരം റിലേഷൻഷിപ്പിലേക്ക് കടക്കുക. ഒരു പക്ഷേ നമ്മളുടെയോ അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റൊരാളുടെയോ ജീവിതം തകരാൻ ഇത് കാരണമായേക്കാം.